നമ്മൾ പറയാൻ പോകുന്നത് പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് ഇൻ ജനറേറ്റീവ് എഐനെ പറ്റിയിട്ടാട്ടോ. ആദ്യം നമുക്ക് സീറോ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. സീറോ ഷോട്ട് പ്രോംപ്റ്റിങ്ങിനകത്ത് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ക്ലാസിഫൈ ദ സെന്റൻസ് ബേസ്ഡ് ഓൺ ദ സെന്റിമെന്റ്സ്. അപ്പോൾ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ഐ ലവ് ലേണിംഗ് ന്യൂ ടെക്നോളജീസ് അല്ലെങ്കിൽ ഐ ലവ് ലേണിംഗ് ന്യൂ AI ടൂൾസ്. ഇപ്പോൾ ക്ലാസിഫൈ ദി സെന്റൻസ് ബേസ്ഡ് ഓൺ ദ സെന്റിമെന്റ്സ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിൽ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ AI നമുക്ക് റിപ്ലൈ തരും പോസിറ്റീവ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് എനിക്കൊരു മെയിൽ അയക്കണം, ഞാൻ ഇന്ന് എനിക്ക് ലീവ് എടുക്കുന്നു, എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുക്കുന്നു, ഒരു മെയിൽ പ്രിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുൾ കണ്ടന്റ് നമുക്ക് AI പ്രിപ്പയർ ചെയ്ത് തരും അല്ലേ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് സീറോ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയാം കേട്ടോ. ഇനി വൺ ഷോട്ട് പ്രോംപ്റ്റിംഗ്, അതിൽ നമ്മൾ മോഡലിന്റെ ബിഹേവിയറിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദ ന്യൂ പ്രോജക്റ്റ്. ഇത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് നമ്മളൊരു എക്സാമ്പിളായിട്ട് കൊടുക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാണ്, ഐ എം സോ ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ദിസ് പ്രോജക്റ്റ്. അപ്പോൾ തന്നെ AIക്ക് റിപ്ലൈ തരാം, ഇറ്റ്സ് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇനി നെക്സ്റ്റ് ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്താന്ന് പറയാം. ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിങ്ങിൽ നമ്മൾ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഒരു പാറ്റേൺ ടീച്ച് ചെയ്യിക്കുകയാണ്. നമ്മൾ കുറച്ച് 2-3-4-5 എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് ഇന്ന പോലെ വേണം പാറ്റേൺ എന്ന് പറഞ്ഞ് നമ്മൾ ടീച്ച് ചെയ്യിക്കുകയാണ്, ഒരു ട്രെയിൻ ചെയ്യിക്കുകയാണെന്ന് പറയാം. ദ ടാസ്ക് ഈസ് കൺവേർട്ട് ദ സെന്റൻസ് ഇൻ ടു പൊളൈറ്റ് വൺ, സെൻഡ് ദ റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ, കുഡ് യു പ്ലീസ് സെൻഡ് ദ റിപ്പോർട്ട്, ഷെയർ ദ ഫയൽ. അപ്പോൾ എങ്ങനെയാണ്, കുഡ് യു പ്ലീസ് ഷെയർ ദ ഫയൽ എന്ന് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ 2-3 എക്സാമ്പിൾസ് കൊടുത്ത് നമ്മൾ ഇന്നൊരു പാറ്റേൺ ആണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് റെസ്പോൺസ് കിട്ടും. നമ്മൾ നെക്സ്റ്റ് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്, സ്കെഡ്യൂൾ ദ മീറ്റിംഗ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും റെസ്പോൺസ് കിട്ടുക, കുഡ് യു പ്ലീസ് സ്കെഡ്യൂൾ ദ മീറ്റിംഗ്. അപ്പോൾ നമ്മൾ ആ സെന്റൻസിനെ അത് പൊളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. റോൾ